നാട്ടിൽ നമ്മളൊരു 100 രൂപയുടെ 200 രൂപയുടെ CFL ബൾബ് വാങ്ങിക്കാൻ പോയാൽ പോലും സ്വാഭാവികമായിട്ട് അതിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ടോ ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് പലയാളും വാങ്ങാറുള്ളത്. പക്ഷെ ബിസിനസിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടും, നിങ്ങൾ തുടങ്ങുന്ന ഒരു പ്രസ്ഥാനം പെട്ടെന്ന് സക്സസ് ആവുമെന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ, എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടി പണം മുടക്കാനും പണം നഷ്ടപ്പെടുത്താനും ഒരുപാട് മലയാളികളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് ഇന്നലെ ഒന്നും കൂടി എന്ത് ചെയ്തു, അഷ്വേർഡായി. പല രീതിയിലുള്ള സ്കാമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സ്കാമിനെ കുറിച്ച് പറയാം. സ്കാം എന്ന് ഞാൻ പറയില്ല, നമ്മുടെ അറിവില്ലായ്മ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറയുന്നതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് വരുന്ന എല്ലാ ഇൻഫർമേഷനും 100% കറക്റ്റ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്താണ് നിങ്ങൾക്കുള്ള ചതി പറ്റുന്ന ഫസ്റ്റ് പോയിന്റ്. ഞാൻ ഈ പറയുന്ന വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കാൻ, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് സോഷ്യൽ മീഡിയയിൽ കിട്ടിയാലും നിങ്ങളത് വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഫാക്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നടത്തി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആഫ്രിക്കയിൽ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ പണം എറിഞ്ഞ് പണം പിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ എവിടെ എറിയണം, ആർക്ക് പണം കൊടുക്കണം, എന്ത് ബിസിനസ് തുടങ്ങണം, അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയില്ലെങ്കിൽ നാട്ടിലുള്ള ഏത് കൺസൾട്ടന്റ് പറഞ്ഞാലും എവിടെയുള്ള കൺസൾട്ടന്റ് പറഞ്ഞാലും അവരവരുടെ ഫീസ് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ കാണിക്കുള്ളൂ. എല്ലാവർക്കും അവരവരുടെ ബിസിനസ്സാണ് വലുത്. അപ്പോൾ നാട്ടിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് മിസ്ലീഡ് ചെയ്യപ്പെട്ട് ആഫ്രിക്കയിൽ വന്ന് പണം നഷ്ടപ്പെടുത്തിയ ഒരു കേസിനെ കുറിച്ച് പറയാനാണ് ഞാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ബിസിനസ്സിന് ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ലാഭമൊക്കെ കിട്ടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഇൻവോൾവ്മെന്റ് നമ്മൾ കാണിക്കണം. ഇനി നമ്മളല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ടീം അല്ലെങ്കിൽ നമ്മുടെ ജോലി കൊടുത്ത ആൾക്കാരൊക്കെ അതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് ഒരു ബിസിനസ്സും ലോകത്ത് സക്സസ് ആയ ചരിത്രവും ഇല്ല. അപ്പോൾ ആരെങ്കിലും ഒരു കൺസൾട്ടേഷൻ അവർ പറഞ്ഞു ചെയ്താൽ, നിങ്ങൾ ആഫ്രിക്കയിൽ ഇന്ന ബിസിനസ് ഗോൾഡ് മൈനിങ് ചെയ്തോ, ഇന്ന വണ്ടി മേടിച്ച് വാടക കൊടുത്തോ, അവിടെ അഗ്രികൾച്ചർ ചെയ്തോ, അഗ്രികൾച്ചർ ആക്ടിവിറ്റി ചെയ്തോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പോസിബിലിറ്റിയെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ വേണ്ടേ? അപ്പോൾ നാട്ടിലുള്ള ഒരു കൺസൾട്ടന്റിന്റെ അടുത്ത് പോയി അത്യാവശ്യം ഒരു പൈസയൊക്കെ കൊടുത്ത് കുറച്ച് കൺസൾട്ടേഷൻ എടുത്തു. ഞാനും പറയുമ്പോൾ ഇന്ന ബിസിനസ്സിന് ഇപ്പം തുണിക്കച്ചവടത്തിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? എനിക്ക് ഈസി ആയിട്ട് പറയാം, ഡ്രസ്സ് ഇടാത്ത ആൾക്കാരെ എവിടെയില്ല ലോകത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രസ്സ് ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയാൻ വേണ്ടി വലിയ വിവരമൊന്നും വേണ്ട എന്നുള്ളത് നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഈ ആഫ്രിക്ക പോലെയുള്ള ഒരു രാജ്യത്തേക്ക് ഡ്രസ്സ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ നിലവിലുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, നിലവിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആൾക്കാർ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിനകത്ത് പുതുതായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മാർക്കറ്റ് പിടിക്കാൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ടാവില്ലേ? അപ്പോൾ നാട്ടിലുള്ള ഒരാൾ ഈ പറഞ്ഞ പോലെ നാട്ടിലുള്ള ഒരു കൺസൾട്ടന്റിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ, ആഫ്രിക്കയിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ പുള്ളി അതിനകത്ത് ട്രാപ്പിലായി. പുള്ളി അയാൾക്കും ഒരു ഫീസ് കൊടുത്തു. എന്നിട്ട് കുറച്ചുള്ള പൈസയൊക്കെ എടുത്തിട്ട് ഈ ആഫ്രിക്ക ടാൻസാനിയയിൽ വന്നു. അങ്ങനെ ടാൻസാനിയയിലുള്ള ഒരു കറമ്പൻ പുള്ളിയെ മാന്യമായിട്ട് എന്ത് ചെയ്തു, പറ്റിച്ചു. ചെറിയൊരു പൈസയെ പോയിട്ടുള്ളൂ, എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എക്സാജറേഷൻ എന്ന ഈ ബിസിനസിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നിട്ട് ഗോൾഡ് നിങ്ങളിവിടെ വരിക, ഇവിടുന്ന് നേരെ വന്ന് ഗോൾഡ് വാങ്ങിക്കുക. വാങ്ങിച്ച ഗോൾഡ് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിന്ന നിപ്പിൽ 20% ലാഭം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആഫ്രിക്കയിലേക്ക് വന്നത്. ഉള്ളതും കയ്യിലുള്ളതും പോയി, ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി വരെ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട്ടിലാണ് സംഭവം ക്ലോസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ പറയാൻ എളുപ്പമാണ്, വായ കൊണ്ട് പായസം വെക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ അത് ബിസിനസ് മോഡലിലേക്ക് ആക്കി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് വേറൊരു നാട്ടിൽ നമുക്ക് നമ്മുടെ നാടല്ല, 2 ഭാഷാ പ്രശ്നങ്ങളുണ്ടാവും, 3 നമ്മൾ ഈ ഇന്ത്യൻ റുപ്പിക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂ കുറവാണ്. അപ്പോൾ നമ്മൾ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി വേറൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ ലീഗൽ സ്ട്രക്ചർ എന്താണ്, അവിടുത്തെ ബിസിനസ് ഓപ്പറേഷൻസ് എന്താണ്, അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ആവശ്യമുള്ള സർവീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടൊരു സ്റ്റഡി നടത്തിയേ പറ്റൂ. അതിന് ഗൂഗിളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതൊന്നും തെറ്റൊന്നുമല്ല. ആരെങ്കിലും വായ കൊണ്ട് ഒരു വർത്തമാനം പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ഗൂഗിൾ മാമനോട് ചോദിക്കാലോ, അതിന് വലിയ തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ കണ്ണും പൂട്ടി ഒരു എക്സാജറേറ്റഡ് ഇൻഫർമേഷൻ്റെ പുറത്ത് നിങ്ങൾ ഒരു കാരണവശാലും പണം ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും നാട്ടിൽ പോയി ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ആ നാടിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു 2 മാസം അവിടെ പോയി നിന്നാലും കുഴപ്പമൊന്നുമില്ല.
ഇനി അതിന് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കഴിവുള്ള ആൾക്കാരെ പണം കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുക. പിന്നെ ചില ആൾക്കാർ ഇവിടെ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് 10-15 ലക്ഷം രൂപയൊക്കെ ഫീസ് വാങ്ങിക്കുന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആഫ്രിക്കയിലുള്ള ടാൻസാനിയ പോലെയുള്ള രാജ്യത്ത് ഒരു ബിസിനസ് ലീഗലി ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ എടുത്ത ലൈസൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്രയൊന്നും ഫീസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ അതിനുള്ള വിൻഡോയും കാര്യങ്ങളും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്യാലോ. എല്ലായിടത്തും ഒഫീഷ്യൽ ഒരു ഗവൺമെൻറ് സൈറ്റ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് മെയിൽ അയച്ചാൽ ചിലപ്പോൾ 1-2 ദിവസം ഡിലേ ആയാലും അതിന് റിപ്ലൈ കിട്ടും. ഇനി അല്ലെങ്കിൽ ഇവിടെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അറ്റ്ലീസ്റ്റ് നമ്മളെ ഇന്ത്യക്കാരുണ്ടാവും, അറ്റ്ലീസ്റ്റ് മലയാളികളുണ്ടാവും. പിന്നെ കുറച്ച് വിദേശ രാജ്യങ്ങളിലെല്ലാം കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള പ്രാക്ടിക്കലി ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് പോയി അവരെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലസും മൈനസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യം കേട്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കൂടെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും. ഈ ചലഞ്ചസ് ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ് സക്സസ് ആവുക. അപ്പോൾ ഈ ചലഞ്ചസ് വരുന്ന സമയത്ത് ഇട്ടിട്ട് ഓടുന്ന സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ബേസിക് പ്ലാനും ഇല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ കയ്യിലുള്ളതും കൂടി നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് കേസ് കെട്ടുകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ പറയുന്നത്. ഇതൊരു ലെങ്തി വീഡിയോ ആണ്. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞത് കേട്ട് ഇനി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യണം, ഇവിടുത്തെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അറിയണം, ഇവിടെ എന്തിനൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ വേണ്ടി ബുക്ക് ചെയ്യാം. അതൊരു പ്രൊഫഷണൽ വേയിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. റാൻഡമായിട്ട് ഇവിടത്തേക്ക് എന്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ്. ഇവിടുന്ന് എന്ത് വാങ്ങിക്കാൻ പറ്റും, ബേസിക് ചോദ്യമാണ്. ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബേസ് ക്ലാരിറ്റി പോലും ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നും. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ ബിസിനസ്സിൻ്റെ മേഖലകൾ അങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് പണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് വരെ നിങ്ങൾക്ക് കയ്യിൽ കൺട്രോൾ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ചക്രശ്വാസം വലിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1000 രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര പണിയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് 5 ലക്ഷവും 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള എന്തായാലും പറയാം വായ കൊണ്ട് പായസം വെക്കുന്ന ആൾക്കാർക്ക് കൊണ്ടുപോയിട്ട് പണം കൊടുത്തിട്ട് അവിടെ അങ്ങനെ ആക്കിത്തരാം ഇങ്ങനെ ആക്കിത്തരാം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിച്ച് പോകുന്നത്. ഒരു കാരണവശാലും പ്രാക്ടിക്കൽ പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ ഒരാൾക്കും 1 രൂപ പോലും കൊടുക്കരുത് എന്നുള്ള ഒരു വിനീതമായ അഭിപ്രായം മാത്രമാണ്. ഇനി ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്നെ കുറ്റക്കാരനായിട്ടൊന്നും കാണണ്ട. ഞാൻ വളരെ കുറഞ്ഞ പീരീഡിൽ എൻ്റെ മുന്നിൽ എത്തിപ്പെട്ട കേസുകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഞാൻ അറിയാത്തതും എനിക്കറിയാത്തതുമായ ഒരുപാട് കേസുകെട്ടുകൾ വേറെ ഉണ്ടാവും. ഇതിലൊക്കെ പോയിട്ട് ഈ പറഞ്ഞ മലയാളികളെ പണം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പണം നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.